മലയാള സിനിമയുടെ യുവ സംവിധായകരും ഛായാഗ്രാഹകരും അമേരിക്കൻ ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡും യൂത്ത് ഐക്കൺ അവാർഡും ജേതാവുമായ അരുൺ രാജാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഹലോ അരുൺ രാജ്. ഈ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. കാരണം സീറോയിൽ നിന്നും ആരംഭിച്ച് ഇതേപോലുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിയായ സന്തോഷം തന്നെയാണ് നമുക്ക്. എത്ര കാലത്തെ കഷ്ടപ്പാടാണിത്? യാത്രകൾ, ഒത്തിരി യാത്രകളുണ്ട്. എത്ര വർഷം? ഒരു 10-12 വർഷം. 12 വർഷം. 12 വർഷം എന്ന് പറയുമ്പം ഇതെങ്ങനെയാണ് തുടങ്ങിയത്? ഈ ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഈ മേഖല പണ്ട് മുതലേ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളവും മഴയൊക്കെ കൊള്ളുന്ന ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ എവിടെയാ? മാവേലിക്കര. ഇപ്പം താമസിക്കുന്നത് മാവേലിക്കരയാണ്. സ്വന്തം സ്ഥലം പള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മളെ കൈ പിടിച്ച് കയറ്റാൻ, എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നതാണ്, കൈ പിടിച്ച് കയറ്റാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ എറണാകുളം പോലുള്ള വലിയൊരു നഗരത്തിൽ വരുന്നു. അവിടെ നിന്ന് സൗഹൃദങ്ങൾ മുഖേന നമ്മൾ ഇതേപോലുള്ള ഒരു വലിയ സിനിമയെന്ന് പറഞ്ഞാൽ വലിയൊരു മേഖലയാണ്. ആ മേഖലയിൽ എത്തിപ്പെട്ടു. അപ്പം ആദ്യത്തെ മൂവി ഏതായിരുന്നു? ആദ്യത്തെ മൂവി മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. പക്ഷെ അത് റിലീസായിട്ടില്ല. ഇതിങ്ങനെ പ്രോസസ്സിംഗ് ആണ്. റിലീസായ പടം എഡ്വിൻ്റെ നാമം എന്ന് പറയുന്ന സിനിമയാണ്. എഡ്വിൻ. ഇപ്പോൾ എഡ്വിൻ്റെ നാമം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത JSK എന്ന സിനിമയിൽ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അത് തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ 27-ാം തീയതി റിലീസാവാൻ ഉദ്ദേശിച്ചൊരു മൂവിയായിരുന്നു അത്. പക്ഷേ ഈ ജാനകി എന്ന പേര് അത്യാവശ്യം കേരളത്തിൽ ഈ സിനിമാക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ സെൻസർ ബോർഡ് വഴി ആ ഒരു പേര് പാടില്ല. ഈ ജാനകി അത്രയും കുഴപ്പം പിടിച്ചൊരു പേരാന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ എഡ്വിൻ എന്ന പേരിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇനി? അല്ല, എഡ്വിൻ്റെ നാമം എന്ന് പറയുന്ന സിനിമ അതിനു മുന്നേ കുരിശ് എന്നായിരുന്നു സിനിമയുടെ പേര്. കുരിശ്. അതും കുരിശ് എന്ന പേര് മാറ്റി എഡ്വിൻ്റെ നാമം. അത് പറയാനാണെങ്കിൽ നമ്മളതൊരു OTTക്ക് വേണ്ടി, അതായത് കോവിഡ് സമയം കഴിയാറായപ്പോൾ എടുത്ത സിനിമയാണ്. അപ്പോൾ OTT കൂടുതലായിട്ടും നിന്ന ഒരു സമയമായിരുന്നു. അപ്പം അന്ന് കുരിശ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഒരു കൊച്ചു ഫർഹാൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു അതിൻ്റെ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പം കുരിശെന്നിട്ടു. പിന്നെ അത് തിയേറ്ററൊക്കെ ഓപ്പൺ ആക്കി. പിന്നെ അത് തിയേറ്ററിൽ മാത്രം പ്രദർശനം ചെയ്താൽ മാത്രമേ OTT പ്ലാറ്റ്ഫോമിലോട്ട് പടം വരുവുള്ളൂ എന്നുള്ളതായി നിയമം വന്നു. പിന്നെ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്നുള്ളൊരു ഫസ്റ്റ് ഓപ്ഷൻ. അപ്പം തിയേറ്ററിൽ വരുവാന്ന് പറയുമ്പോൾ അതിനകത്ത് സെൻസറിങ് വലിയൊരു കാര്യമാണ്. അപ്പം ഈ ജാനകിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജാനകി സെൻസറിങ്ങിലാണ്. അതല്ലേ, അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പേര് ആദ്യമേ മാറ്റണം. കുരിശ് എന്നുള്ള പേര് മാറ്റണം. പിന്നെ അതിനകത്ത് 5 റൂൾസ് ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കുരിശ്, നമ്മുടെ ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോൾ എവിടെല്ലാം നമ്മളെല്ലാം മാറ്റണം. അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ കുരിശ് പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു ഹിഡനായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ആ സിനിമയ്ക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്തൊരു ക്രൈം ത്രില്ലറാണ്. വേറൊരു ജോണറിലാണ് ആ സിനിമ പോയേക്കുന്നത്. അപ്പം അത് വെട്ടിക്കുറയണമെന്ന് പറഞ്ഞു. അതിൻ്റെ ലെങ്ത് വെട്ടിക്കുറയണമെന്ന്. 1.25 സിനിമ അത് 1:20 ആക്കി തന്നു. ഇപ്പോൾ ഈ ജാനകി ഒരു ദൈവത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായത്. ആ ഒരു പേര് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഡ്വിൻ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, എഡ്വിൻ്റെ ഒരു പ്രശ്നമില്ല. എഡ്വിൻ യാതൊരു പ്രശ്നവും തന്നില്ല. പക്ഷെ കുരിശ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കുരിശായിട്ട് വന്നു. കാരണം ആദ്യം ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത ആൾക്കാരത് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ ഇപ്പം നമ്മുടെ മലയാള സിനിമകളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാള സിനിമ തുടങ്ങിയ കാലം മുതൽക്കേ ഒത്തിരി പേരുകൾ, ദൈവങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ജാനകി എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, സെൻസർ ബോർഡിലെ പ്രത്യേക ഒരു അജണ്ട ഉണ്ട് കാര്യങ്ങളൊക്കെ. കാരണം എനിക്ക് നേരിട്ട ഒരു കാര്യമാണ് പ്രത്യേക അജണ്ട. പക്ഷേ അന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ വന്നു. നമ്മൾ സിനിമാ മേഖലയിൽ നിന്ന് ആൾക്കാർ വന്നു. പക്ഷെ അന്ന് എൻ്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് മീഡിയക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ.
ഈ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു മേഖല എന്ന് പറഞ്ഞു. മേഖല എന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ എന്താവാനായിരുന്നു? അതായത് ഇപ്പം താങ്കൾ ഒരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ ആണ്, അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ട് തൊട്ടേ ഡയറക്ഷൻ തന്നെ ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു, അതോ മറ്റെന്തെങ്കിലും മോഹം, ഈ അഭിനയമോഹം അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അഭിനയമോഹം ഒരിക്കലും വന്നിട്ടില്ല. പക്ഷെ ഞാൻ യാദൃശ്യമായിട്ട് ഷോർട്ട് ഫിലിമിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാൻസ് തന്നെ നടക്കുമ്പോഴത്തേക്കും ഷോർട്ട് ഫിലിമിൽ മുഖം കാണിച്ചു പറഞ്ഞാൽ അതും നിങ്ങൾ ഡയറക്റ്റ് അല്ലല്ല ഡയറക്ഷൻ അല്ല, കൂട്ടുകാർ ഇപ്പം പാലക്കാടുള്ള ഈ പട്ടാമ്പിയിലുള്ള കൂട്ടുകാരുണ്ട്. അപ്പോൾ അവര് മുഖേന നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്നു. അതിനകത്തൊരു വഴിപോക്കനായിട്ട് ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പാസിംഗ് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാൻസ് ചോദിച്ച് പോകണമല്ലോ ഈ ഒരു ലൊക്കേഷൻ. അന്നേരം അപ്പോൾ അന്നേരമൊക്കെ നമ്മളെ പിടിച്ച് നിർത്താറൊക്കെ ഉണ്ട്. ലവകുശ എന്ന് പറഞ്ഞ, എനിക്ക് ഓർമ്മ ലവകുശ എന്ന് പറഞ്ഞൊരു പടത്തിനകത്തൊക്കെ ചെറിയൊരു പാസിംഗ് ഷോട്ടിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ മൂവിയുടെ സ്റ്റോറി ഒക്കെ ആരായിരുന്നു? റിലീസായ സിനിമയുടെ സ്റ്റോറി കഥ എൻ്റെയാണ്. അതെ, എനിക്ക് അതല്ല ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ഡയറക്ടർമാരും ആദ്യത്തെ മൂവി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റോറിയും അവരുടെ തന്നെയോ അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുടെയോ ആരെങ്കിലും ആയിരിക്കും. അപ്പം അത് വെച്ച് ഞാൻ ചോദിച്ചത് ആരുടെയാണെന്ന്. കഥ എൻ്റെ ആയിരുന്നു, തിരക്കഥ സംഭാഷണം വേറെ ഒരാളാണ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ എഡ്വിൻ്റെ? അതെ, എഡ്വിൻ്റെ നാമം ഇപ്പോൾ മുട്ടുവിൻ്റെ ആദ്യം ചെയ്തത് മുട്ടുവിൻ്റെ എന്ന് പറയുമ്പോൾ വേറെ രണ്ടുപേരാണ് ചെയ്തത്. കഥ തിരക്കഥ വേറെ രണ്ടുപേരാണ്. ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ആദ്യത്തെ മൂവി വരാൻ പോവാണ്, അപ്പോൾ അതിനുശേഷം ഒത്തിരി പേര് ഇതേപോലെ സ്ക്രിപ്റ്റുമായിട്ട് സമീപിക്കാറുണ്ടോ? കാരണം ഒരു അപ്കമിങ് ഡയറക്ടർ ആണല്ലോ, നാളെ അറിയപ്പെടാൻ പോകുന്ന ഒരു ഡയറക്ടർ. ഒത്തിരി പേര് ഡിസ്കഷനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട്. നിങ്ങളുടെ എഡ്വിൻ്റെ നാമം എന്ന ഈ സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് ഒരു ചരിത്രം പറയുന്ന ഒരു സിനിമ, അതായത് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി അവരുടെ സിനിമയാണ്, ആ ഒരു ജീവചരിത്രമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കതിരവൻ വിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ കഴിയാറായി. പിന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു ജീവചരിത്രമാണ്. കാരണം ആരും ഇത് പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം ആ ചരിത്രം ഇവിടെ ജനങ്ങൾ അറിയണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് സിനിമ അത് തന്നെ ചൂസ് ചെയ്യാൻ കാര്യം. കതിരവൻ എന്നാണ് അതിൻ്റെ പേര്. മലയാളത്തിലെ പ്രമുഖ താരങ്ങളാണ് അഭിനയിക്കുന്നത്. മലയാളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ഓ, എന്തായാലും ഇപ്പം ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പുറത്തു വിടാറായിട്ടില്ല എന്ന് അല്ല, സിജുവിൽസാണ് നായകൻ, ബാക്കി പുറകെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സസ്പെൻസ് ഇപ്പൊ തന്നെ പൊളിക്കണ്ട. ഇപ്പം കതിരവന്റെ ഷൂട്ടൊക്കെ ഇപ്പോൾ എന്നാണ് തുടങ്ങാൻ പോകുന്നത്? ഓഗസ്റ്റിൽ. അതിൻ്റെ ബാക്കിയുള്ള പ്രോഗ്രസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മൂവിക്ക് വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ്, ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ തിരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യമേ ആ സ്ക്രിപ്റ്റ് എഴുതിയപ്പം അതിനെ യോജിച്ച ആൾക്കാരെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ സിനിമ സ്ക്രിപ്റ്റ് എഴുതിയത്. ആദ്യം വൺലൈൻ ആക്കിയപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ അത് സ്ക്രീൻ പ്ലേ ആക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇന്ന ആർട്ടിസ്റ്റ് എന്നത് ചെയ്താൽ നല്ലതാണെന്നുള്ളൊരു ഉണ്ട്. പലപ്പോഴും എഴുത്തുകാർക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ ഒരു കഥാപാത്രം ഇന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ പലപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരത് സമ്മതിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഇതിൽ ഫേസ് ചെയ്തിട്ടുണ്ട്? പിന്നെ നമ്മൾ ആദ്യമേ ഇതിൻ്റെ മെയിൻ നായകൻ മമ്മൂക്കയായിരുന്നു. മമ്മൂക്കയായിരുന്നു നമ്മൾ കാസ്റ്റ് ചെയ്തത്. പിന്നെ കുറേ ഡിസ്കഷനൊക്കെ നടന്നു. പിന്നെ നമ്മുടെ ഈ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം പറഞ്ഞത് ഒരു ജനനം തൊട്ട് മരണം വരെ അങ്ങനെയുള്ളൊരു ജേർണലല്ല പോകുന്നത്. ഇതൊരു പുള്ളിയുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു 35 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ സിനിമയായിട്ട് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫിസിക്കലും പിന്നെ കളരി കൂടുതൽ പ്രാധാന്യമുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് ഡേറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ ഇത് മാറിയത്. പിന്നെ രണ്ടാമതാണ് സിജുവിൽസിലോട്ട് എത്തുന്നത് തന്നെ. അപ്പോൾ മമ്മൂക്ക ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സിജുവിൽസിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ പുള്ളി ഒരു ചരിത്ര സിനിമ തന്ന് പ്രൂവ് ചെയ്തു. 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഒരു വലിയ സിനിമ വിനയൻ സാറിനെ പോലുള്ള ഒരു വലിയ ഡയറക്ടറിൻ്റെ കൂടെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. പുള്ളി തന്നെയാണ് നമ്മുടെ മുന്നിൽ രണ്ടാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ അരുണിൻ്റെ ഫേസ്ബുക്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടായി ഒരു വിവാദം. എങ്ങനെ അത് സംഭവിച്ചു? ഒരു ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? പിന്നീട് ആ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും ചെയ്തു. അത് എന്തായിരുന്നു സത്യം? ഞാൻ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചല്ല പറഞ്ഞത്, അതാണ് എല്ലാവർക്കും തെറ്റി. ഞാൻ ട്രാൻസ് വുമണിനെ കുറിച്ചല്ല പറഞ്ഞത്.
ട്രാൻസ്ഫോമറിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, അവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചു. പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു വ്യക്തിനെ എടുത്തു പറഞ്ഞു? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും ഇപ്പോൾ കാലത്ത് സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്തിൽ ഈ പെൺവേഷം കെട്ടി കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ആ പോസ്റ്റ് ഇട്ടത്. കാരണം കൊച്ചുകുട്ടികൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവരിത് കാണുമ്പോൾ ഇതാണ് ലോകം എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകും. വരുന്ന കാലഘട്ടത്തിൽ അവർ ഇതേപോലെ കുറേ പേരിങ്ങനെ പെൺവേഷം കെട്ടി മാറിയ ഒരു സമൂഹം തന്നെ വേറെ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുദ്ദേശിച്ചാണ് ഞാനത് പോസ്റ്റ് ഇട്ടത്. പക്ഷേ അത് എല്ലാവരും, എനിക്കും പലപ്പോഴും ഇങ്ങനെ കൗതുകം തോന്നാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് പല സ്ഥലങ്ങളിലായി, അല്ലെങ്കിൽ ചിലപ്പോൾ യാത്രയ്ക്ക് ഇടയിലൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്തിനും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ തന്നെ ഒത്തിരി ആളുകളുടെ പോസ്റ്റുകളോ റീലുകളോ ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ പണ്ടത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷം മുമ്പത്തെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അന്ന് ഇത്രയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇപ്പോൾ ഒത്തിരി പേര്, ഇനിയിപ്പോൾ അന്ന് സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ ധൈര്യം കാണിക്കാതെ ഇരുന്നിട്ട് ഇന്ന് അവർക്ക് ധൈര്യം കിട്ടിയതാണോ, അതോ ചില സാഹചര്യം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണോ, അതോ മനഃപൂർവ്വം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വേഷധാരികളാണോ, അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും റിയൽ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. അവർക്കൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അവർ നല്ല ജോലികൾ ചെയ്ത് അവർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ആദ്യ സിനിമ മുട്ടുവിൻ തുറക്കപ്പെടുവിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തത് നമുക്ക് പേര് വരെ പറയും, ഹരിണി ചന്ദന എന്ന് പറഞ്ഞ ട്രാൻസ്വുമണാണ്. അപ്പോൾ അവർ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അവരുടെ നല്ല ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുമ്പോൾ ആണുങ്ങൾ പെൺവേഷം കെട്ടി. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത് നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച CD-കളിലൊക്കെ ആയിരുന്നു. അതായത് കോമഡി പ്രസാദ്, കലാഭവൻ പ്രസാദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയുടെയൊക്കെ CD-കൾ കണ്ടിട്ട് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് ഉണ്ണി എന്ന് പറഞ്ഞ അടൂരുള്ള ഉണ്ണിച്ചേട്ടനുണ്ട്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പുറകെ ബാക്ക് വശത്തിരിക്കുന്നു ഏറ്റവും വലിയൊരു കലാകാരനാണ്. പുള്ളിയുടെ ഫ്രണ്ടിൽ കാലും കയറ്റി വെച്ച് ഈ ഞാൻ ഉദ്ദേശിച്ച ആൾ ഇങ്ങനെ ഇരിക്കുകയാണ് പെൺവേഷം കെട്ടി. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ ആ ഒരു കലാകാരനാണ് മുൻപന്തിയിൽ ഇരിക്കേണ്ടത്. പക്ഷേ ഇതേപോലുള്ള കോമാളി വേഷം കെട്ടി വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ കുറേ മാധ്യമ പബ്ലിസിറ്റി കിട്ടുമെന്ന് ആ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാകും, ഇവർക്കും ഒരു തോന്നലുണ്ടാകും ഇവർ വലിയ ആൾക്കാരാണെന്ന്. പക്ഷെ അതുദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ഒരു വിഷമം തോന്നി. അതായത് ഈ പറയുന്ന ആ ഒരു വ്യക്തിക്ക് പബ്ലിസിറ്റി കിട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും പേര് അവരെ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു, അതല്ല അരുണിന്റെ പ്രശ്നം. മറ്റൊരു വലിയൊരു ആർട്ടിസ്റ്റ് അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ട അംഗീകാരം കിട്ടാത്തതിന്റെ വിഷമത്തിലാണ് അംഗീകാരം കിട്ടാത്തതിന്റെ വിഷമത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ട്രാൻസ് വുമണിനൊക്കെ നല്ല ഇതുണ്ട്, നല്ല ഇത് ഞാൻ പറഞ്ഞത് നല്ല അവസരങ്ങൾ നല്ല വേദികളൊക്കെ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതേപോലെ ഒരു ആണ് പെൺവേഷം കെട്ടി വന്നിരിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് പ്രശ്നം വരുന്നത്, അല്ലാതെ വേറെ അല്ല പറഞ്ഞത്. ആ ഒരു ആണ് പെൺവേഷം കെട്ടി അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയാം അത് അവരുടെ ചോയ്സ് അല്ലേ? അതാണ് മിണ്ടാൻ പറ്റും. കാരണം ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത് തന്നെ അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ ചോയ്സ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ നടക്കട്ടെ. പക്ഷെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണ് നമുക്ക് വിഷയം വരുന്നത്. അതെ, തീർച്ചയായും. നമ്മൾ സോഷ്യൽ മീഡിയ ഇടുമ്പോഴാണ് അവർ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ. ഇതേപോലെ മാധ്യമങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുക്കിനും മൂന്നിലും ക്യാമറയാണ് ഇരിക്കുന്നത്. അപ്പം അവരിറങ്ങുമ്പോഴത്തേക്കും ക്യാമറ ഫ്രണ്ടിലുണ്ടാകും, അല്ലെങ്കിൽ അവർ പി ആർ വർക്ക് ചെയ്യും, അവർ തന്നെ സ്വന്തമായിട്ട്. ഇത് കാണുന്നത് കൊച്ചുകുട്ടികളാണ്. നമുക്കിത് മനസ്സിലാകും ഇതാണെന്ന്. പക്ഷെ ഇത് നമുക്ക് വരുന്ന തലമുറ അല്ലെങ്കിൽ ഇപ്പം എല്ലാം ഈ ഇത് കണ്ട് വരും തലമുറ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യും. ഇതാണ് അവരുടെ ലോകം. ഇപ്പം ഇതേ പോയി കഴിഞ്ഞാൽ പണം കിട്ടും, പബ്ലിസിറ്റി കിട്ടും എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകും. ഇങ്ങനെ ഒരു 100 പേര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹം ആ ഒരു ജനറേഷൻ തന്നെ ഇല്ലാതെ